നമ്മളിപ്പോൾ സ്ഥലത്തു നിന്നുള്ള വിവരങ്ങളാണ് നൽകുന്നത്. മറുകരയിൽ നിന്ന് ആളുകളെ കൊണ്ടുവരേണ്ടതല്ലേ വാഹനങ്ങളിലൊക്കെ? പാലത്തിൽ നിന്ന് എല്ലാവരും കൂടി തർക്കിച്ചാൽ എങ്ങനെയാണ്? സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക്, പ്രത്യേകിച്ചും പുഴ ഒഴുകി വരുന്ന ആ ഒരു കുത്തൊഴുക്കുള്ള ഇടത്ത് അവിടെ നിന്ന് തർക്കിച്ചിട്ട് കാര്യമില്ലല്ലോ. സുജയ, അതായത് ഈ ബെയിലിപ്പാലത്തിലേക്ക് ആളുകൾ കയറുന്നത് പോലീസ് തടഞ്ഞിരുന്നു. ആ സമയത്ത് ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ എത്തി പ്രദേശവാസികളോട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കുറച്ച് ആളുകൾ എത്തി വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. പക്ഷേ പോലീസ് അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. ആളുകളോട് സംയമനം പാലിക്കാനായി മേപ്പാടി പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ അടക്കമുള്ള ആളുകൾ പറയുന്നുണ്ട്. അതിനനുസരിച്ച് അവർ ഈ മേഖലയിൽ വളരെ ഇവിടെ നിന്ന് ആളുകളെ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ 2 ജീപ്പ് ബെയിലിപ്പാലം കടന്ന് എതിർഭാഗത്തേക്ക് പോയിട്ടുണ്ട്. അതോടൊപ്പം മറ്റ് തൊഴിലാളികളെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. എതിർഭാഗത്ത് ഈ ബെയിലിപ്പാലത്തിന് എതിർഭാഗത്തുള്ള തൊഴിലാളികളെ അടക്കമുള്ള ആളുകളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ബെയിലിപ്പാലത്തിന് എതിർഭാഗത്തുള്ള നേരത്തെ ഈ ഹാരിസൺ മലയാളം എസ്റ്റേറ്റിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളികളായിട്ടുള്ള ആളുകളെ ബെയിലിപ്പാലത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ കൊണ്ടുവരുന്ന ദൃശ്യമാണ്. നേരത്തെ നമ്മളോടൊരു തൊഴിലാളി പ്രതികരിച്ചിരുന്നു. ഏകദേശം 50ഓളമുള്ള ആളുകൾ ആ മേഖലയിൽ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. ഈ തേയിലയുടെ ചപ്പ് നുള്ളാനായി പോയ തൊഴിലാളികളാണ്. അതിൽ 7ഓളം തൊഴിലാളികളെ, ഇപ്പോൾ 8 തൊഴിലാളികളെ ഇക്കരെ കടത്തിയിരിക്കുന്നു. അതിൽ 7 തൊഴിലാളികൾ ബെയിലിപ്പാലത്തിന് സമീപത്തേക്ക് എത്തിയിരിക്കുന്നു. അവരെ പോലീസ് ഉദ്യോഗസ്ഥരാണ് സുരക്ഷിതമായി അവിടെ നിന്ന് തേയിലത്തോട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഈ ബെയിലിപ്പാലത്തിന് സമീപത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. സുജയ, അവര് ജോലിക്കായി ഇറങ്ങിയതിനിടയിലാണ് ഈ വെള്ളം ഇത്രയും കുത്തിയൊലിച്ച് വന്നു എന്നുള്ള വിവരം കിട്ടിയതെന്ന് തോന്നുന്നു. അവരിപ്പോൾ കൊളുന്തു തുള്ളാൻ പോകുന്ന അതേ വേഷത്തിൽ തന്നെയാണ് ഓടി വരുന്നത്, അല്ലേ ദീപക്? സുജയ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവർ രാവിലെയോടുകൂടി ഈ മേഖലയിൽ എത്തിയവരാണ്. ഈ മേഖലയിലെത്തി കൊളുന്തു തുള്ളാനായി എത്തിയ തൊഴിലാളികളാണ്. അതിനിടയിലാണ് ശക്തമായ മഴ പെയ്തത്. ആ മഴയെ തുടർന്നാണ് ഈ പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയരുന്നതും അതിനെ തുടർന്ന് അവരവിടെ കുടുങ്ങിയ ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ അവർ തിരികെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഈ മേഖലയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സുജയ, നിലവിൽ അപകടാവസ്ഥകളില്ല. ബെയിലിപ്പാലത്തിലൂടെ അക്കരെ കുടുങ്ങിപ്പോയ തൊഴിലാളികളെ കൂടി മറുകരയിലേക്ക് കൊണ്ടുവരികയാണ്. ആൾത്താമസമില്ലാത്ത പ്രദേശമായി കഴിഞ്ഞ വർഷത്തെ ഉരുൾപൊട്ടലിന് ശേഷം ആ മേഖല മാറിയത് കൊണ്ട് അക്കാര്യത്തിൽ ഒരു ആശങ്ക വേണ്ടതില്ല. എങ്കിൽ പോലും മറുഭാഗത്തേക്ക് ഈ പുഴ കുത്തിയൊലിച്ച് വരുന്ന ഉരുൾപൊട്ടൽ ഉണ്ടായത് എവിടെയാണ് എന്നത് പ്രധാനമല്ലേ ദീപക്? സുജയ, ഈ വെള്ളരിമലയുടെ താഴ്വാരത്തിൽ, അതായത് മുൻപ് ഉരുൾപൊട്ടിയ വെള്ളരിമലയുടെ ആ താഴ്വാരത്തിൽ തന്നെ ഒരു ഭാഗത്ത് അമ്പലക്കുന്ന് പ്രദേശം എന്ന് പറയുന്ന സ്ഥലത്ത് ചെറിയ തോതിൽ മണ്ണിടിച്ചിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. പക്ഷേ ആ മേഖലയിലേക്ക് ആളുകൾക്ക് പോകുന്നതിന് നിയന്ത്രണമുണ്ട്. നേരത്തെ, അതായത് കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപ് ചൂരൽമലയ്ക്ക് സമീപമുള്ള വനമേഖലയിൽ ഉരുൾപൊട്ടിയിരുന്നു. ദുരന്ത നിവാരണ അതോറിറ്റിയും ഒപ്പം പോലീസും മറ്റ് ജില്ലാ ഭരണാധികാരികൾ അടക്കമുള്ള ആളുകൾ ആ മേഖലയിലേക്ക് എത്തിയെങ്കിലും ഏകദേശം 2.5 കിലോമീറ്റർ അകലം വരെ അവർക്ക് എത്താൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ചൂരൽമലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് വെള്ളരിമലയുടെ ആ ഭാഗത്ത് എവിടെയാണ് ഉരുൾപൊട്ടിയതെന്നതിനെ പറ്റി വ്യക്തമായ ഒരു സൂചന, കൃത്യമായി ഏത് ഭാഗത്താണ് എന്നതിനെ പറ്റി അറിയണമെങ്കിൽ ആ ഭാഗത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ പോകേണ്ടതായുണ്ട്. പക്ഷേ കൃത്യമായി ഈ മേഖല ഏതാണെന്ന് നമുക്കിപ്പോഴും അറിയില്ല. നാട്ടുകാർ പറഞ്ഞതനുസരിച്ച് അമ്പലക്കുന്നിന് സമീപം ഈ ഉരുൾപൊട്ടലുണ്ടായി, ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. വെള്ളരിമലയുടെ, അതായത് പുഞ്ചിരിമട്ടത്തിന് മുകൾ ഭാഗത്തായുള്ള വെള്ളരിമലയുടെ താഴ്വാരത്തായിട്ടുള്ള മറ്റൊരു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് അമ്പലക്കുന്ന് എന്ന് പറയുന്നത്. സ്വകാര്യ റിസോർട്ടുകൾ അടക്കമുള്ള മേഖലയാണ്. ജനവാസം തീരെയില്ല. ഈ എസ്റ്റേറ്റ് തൊഴിലാളികളായിട്ടുള്ള ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് എസ്റ്റേറ്റിലെ മാനേജർമാരടക്കമുള്ള ആളുകൾ താമസിക്കുന്ന ബംഗ്ലാവുകളുണ്ട്. മറ്റ് ജനവാസ മേഖലയല്ല എന്നാണ് നമുക്ക് മനസ്സിലായത്. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാം. കൂടുതൽ തൊഴിലാളികളെ, നേരത്തെ 10ഓളം തൊഴിലാളികളെ ഇക്കരെ എത്തിച്ചിരുന്നു. കൂടുതൽ തൊഴിലാളികളെ പോലീസ് ഉദ്യോഗസ്ഥർ ഇടപെട്ട് അക്കരെ നിന്ന് ഇക്കരയ്ക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ കാണാം. അതോടൊപ്പം ഈ പുഴയിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. നേരത്തെ നമ്മൾ വന്ന സമയത്ത് ഇത്രത്തോളം ജലനിരപ്പ് പുഴയിൽ ഉയർന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ മഴയുടെ ശക്തി ഇടവിട്ട് കനത്ത മഴ പെയ്യുകയും അതിനെ തുടർന്ന് ശക്തമായ കുത്തൊഴുക്കുമുണ്ടായതോടുകൂടി ഈ ബെയിലിപ്പാലത്തിന് താഴെയുള്ള രക്ഷാകവചം, ഗാബിയോൺ രക്ഷാകവചം ത്തിന് സമീപത്തേക്ക് വെള്ളമെത്തിയ ദൃശ്യങ്ങൾ കാണാം.